بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد സൂറത്തുർ റൂമിലെ 56, 57 ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ വചനങ്ങളിൽ പ്രധാനമായും പാരായണപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ്. വഖാല അല്ലദീന ഊതുൽ ഇൽം, ഇവിടെ വഖാല എന്ന് പറയുമ്പോൾ ഖാഫിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. വഖാല وقال الذين أوتوا العلم അല്ലേ, ഊതൂ അൽ ഇൽം. അവിടെ യഥാർത്ഥത്തിൽ ഇൽത്തിഖാ സാക്കിനൈന് വേണ്ടി ഹർഫുൽ മദ് ഊതൂ എന്ന ദീർഘാക്ഷരം കളയപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ وقال الذين أوتوا العلم, ഇതിൽ നമ്മൾ തഫ്ഖീം ചെയ്യേണ്ടത് ഖാഫും അലിഫുമാണെന്ന് പറഞ്ഞ് മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരാതെ ശ്രദ്ധിക്കണം എന്നതാണ് മറ്റൊരു കാര്യം. ഊതുൽ ഇൽമ വൽ ഈമാന, അവിടെ വൽ ഈമാന എന്ന് ഓതിപ്പോകുന്നത് സൂക്ഷിക്കേണ്ടതാണ്. വൽ ഈമാന, ഹംസ ക്ലിയർ ആക്കി ഉച്ചരിക്കണം, കാരണം ഹംസ ഷിദ്ദത്തിൻ്റെ ഹർഫാണ്. വൽ ഈമാന ലഖദ് ലബിസ്തും, ലഖദ് ലബിസ്തും, ഇവിടെ ലഖദ് എന്ന് പറയുമ്പോൾ ഖാഫിന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കണം, സ്വരഭാരത്തോടെ തടിപ്പിച്ച് ഖാഫിനെ ഉച്ചരിക്കണം. ഖാഫല്ലാത്ത മറ്റ് അക്ഷരങ്ങൾക്ക് തഫ്ഖീമില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലഖദ്, ലഖദ്, ലഖദ് എന്ന് പറയുമ്പോൾ ചേർത്തൊതുകയാണ് ആയതിനാൽ ആ ദാലിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ വ്യക്തമാക്കി ഉച്ചരിക്കണം. അപ്പോൾ ലഖദ് ലബിസ്തും, ലബിസ്തും എന്ന പദം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ലബിസ്തും, അവിടെ സാഉം താഉം മഖ്റജുകൾ അടുത്ത രണ്ട് അക്ഷരങ്ങളാണ്. ആ സാ അവ്യക്തമായി പോവാൻ സാധ്യതയുണ്ട്. ഒരു ഇദ്ഗാം പോലെയുള്ള ലബിത്തും എന്നുള്ളൊരു ശബ്ദമായി പോകരുത്, അങ്ങനെ ഉച്ചരിച്ചു പോകരുത്, സൂക്ഷിക്കുക. ലഖദ് ലബിസ്തും ഫീ കിതാബില്ലാഹ്, സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി സൂക്ഷ്മതയോടെ വെളിവാക്കി ഉച്ചരിക്കണം. ശേഷം ഫാ വന്നിട്ടുണ്ട്, ഷഫവിയായ അക്ഷരം. മീമ് അവ്യക്തമായി പോവാൻ സാധ്യതയുള്ളതാണ് എന്ന കാരണത്താൽ ലഖദ് ലബിസ്തും ഫീ കിതാബില്ലാഹി, എന്നാൽ ഒരു അതിസൂക്ഷ്മത അവിടെ ആവശ്യമല്ല. ലബിസ്തും ഫി എന്ന് മുറിച്ച്, ശബ്ദം മുറിച്ച് ശക്ത ചെയ്യുന്ന അവസ്ഥ വരണ്ട. ലഖദ് ലബിസ്തും ഫീ കിതാബില്ലാഹ് എന്ന് വ്യക്തമായി മീമും ഫാവും കൃത്യമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിച്ചാൽ മാത്രം മതി. ഫീ കിതാബില്ലാഹി, അവിടൊക്കെ തർക്കീഖാണ് അക്ഷരങ്ങൾക്ക് എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഫീ കിതാബില്ലാഹി എന്ന് പറയണ്ട. ഫീ കിതാബില്ലാഹി ഇലാ യൗമിൽ ബഅസ്, അൽ ബഅസ് അല്ലേ, ഐന് പിന്നെ താ, രണ്ടക്ഷരങ്ങൾ തുടർച്ചയായി സുക്കൂൻ നൽകപ്പെട്ടത് വരുന്നു. വഖഫ് ചെയ്യുമ്പോൾ അവിടെ ശ്രദ്ധിക്കുക. ഫഹാദ ഇലാ കിതാബില്ലാഹി, ഫീ കിതാബില്ലാഹി ഇലാ യൗമിൽ ബഅസ്. വീണ്ടും ഫഹാദ യൗമുൽ ബഅസ്, ഫഹാദ ഫ ഹാ
ഉച്ചരിക്കാനൊരു പ്രയാസം എന്നുള്ള അക്ഷരമല്ല, പക്ഷേ ഹൽക്കിൻ്റെ പല അക്ഷരങ്ങളും പാരായണത്തിൽ ആളുകൾക്ക് തെറ്റാറുണ്ട്. ഹ വേറെ ഏതോ ഒരു അക്ഷരം പോലെ, ഹ പോലെ എന്നൊക്കെ ഉച്ചരിച്ചു പോണത് സൂക്ഷിക്കേണ്ടതാണ്. فهذا يوم البعث ولكنكم നൂൻ മുഷദ്ദദ, ശ്രദ്ധ നൽകപ്പെട്ട നൂൻ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. പദങ്ങളുടെ അന്ത്യത്തിൽ സാക്കിനത്തായ മീമ് വരുന്നത് സൂക്ഷിക്കുക. ഇൽഹാർ ഷഫവിയാണ്. വലാകിന്നകും കുൻതും, ഇതിൻ്റെ അന്ത്യത്തിലും സാക്കിനാനും ഉണ്ട്, മീമുണ്ട്, സാക്കിനത്തായ മീമുണ്ട്, ഇൽഹാർ ഷഫവി. കുൻതും ഇഖ്ഫാ ഹഖീഖി, സാക്കിനത്തായ നൂനിനെ തായിന് മുമ്പിൽ അവ്യക്തമാക്കി മറച്ചു മണിച്ചു ഉച്ചരിക്കുക. ولكنكم كنتم لا تعلمون ولكنكم كنتم لا تعلمون لا تعلمون ഐനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. എല്ലാ ഹർഫുകളും കൃത്യമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് അതിന് നൽകപ്പെടേണ്ടതായ എല്ലാ സിഫാത്തുകളും പൂർണ്ണമായി നൽകി ഉച്ചരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. فَيَوْمَئِذٍ لَّا يَنفَعُ الَّذِينَ ظَلَمُوا فَيَوْمَئِذٍ, ഇവിടെ فَيَوْمَئِذٍ എന്നതിൽ സൂക്ഷിക്കേണ്ടത് വാവിൻ്റെ ഉച്ചാരണം രണ്ട് ചുണ്ടുകളിൽ നിന്ന് തന്നെ വരണം. ചുണ്ടുകൾ വൃത്താകൃതിയിലായിരിക്കും വാവ് ഉച്ചരിക്കുമ്പോൾ. ഫയൗമ ഇദിൻ, ആ തൻവീനിനെ ശേഷമുള്ള ലാമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് ഇദ്ഗാം ബിഗൈരി ഗുന്ന നൽകി ഉച്ചരിക്കുക. ഫയൗമ ഇദില്ല, ഇതിന് പിന്നെ കേൾക്കില്ല, ഫയൗമ ഇദിൻ എന്ന് ഉച്ചരിക്കുകയല്ല, മറിച്ച് ഫയൗമ ഇദില്ല فيومئذ لا ينفع الذين ظلموا لا ينفع, അവിടെ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിച്ചുച്ചരിക്കുക, വ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. فيومئذ لا ينفع الذين ظلموا എന്നതിൽ ളാഇനെ തഫ്ഖീം ചെയ്യണം, തടിപ്പിച്ച് ഉച്ചരിക്കണം. ളാഇന് തഫ്ഖീമാണ്, ആ അക്ഷരം റഖാവത്തോടെ അയവ് വരുത്തി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഇസ്തിഅലാഇൻ്റെ ഹർഫുകളിൽപ്പെട്ടതാണ്. ظلموا فيومئذ لا ينفع الذين ظلموا معذرتهم عين ذال റാ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. സ്വരഭാരത്തോടെ തടിപ്പിച്ചുച്ചരിക്കുക. മഅദിറതുഹും, എന്ന് പറയുമ്പോൾ സാക്കിനത്തായ ഐന് അത് മഅദിറതുഹും എന്നായിപ്പോയത് ഹംസയോടടുത്തുള്ളൊരു ശബ്ദം, കടുപ്പം കൂടുക, അങ്ങനെയൊന്നും വേണ്ട. മഅദിറതുഹും വലാഹും, മഅദിറതുഹും വലാഹും, അവിടെ സാക്കിനത്തായ മീമും ശേഷം വാവുമാണ് വന്നത്. സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം, കാരണം ശേഷമുള്ള വാവ് ഷഫവിയാണ്, മീമും ഷഫവിയായ അക്ഷരമാണ്. മീം അവ്യക്തമായി പോവാൻ കൂടുതൽ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് മഅദിറതുഹും വലാഹും യുസ്തഅതബൂൻ
അവിടെയും സാക്കിനത്ത് മീമിനെ ഇദ്ഹാർ ഷഫവി നൽകി ഉച്ചരിക്കുക. ഐന് വ്യക്തമായി ഉച്ചരിക്കുക. എല്ലാ അക്ഷരങ്ങൾക്കും തഫ്ഖീമും തർക്കീഖും ക്ലിയറായി വേർതിരിച്ച് നൽകിക്കൊണ്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. അത് പ്രധാനപ്പെട്ട മെയിനായിട്ടുള്ള രണ്ട് സിഫത്തുകളാണ് തഫ്ഖീമും തർക്കീഖും. ഇസ്തിഅലാൻ്റെ അക്ഷരങ്ങളെല്ലാം തഫ്ഖീം ചെയ്യേണ്ടവ, വിപരീതമായ ഇസ്തിഫാലിൻ്റെ ഹർഫുകളെല്ലാം തന്നെ തർക്കീഖ് ചെയ്യേണ്ടവ. ഇതിനിടയ്ക്ക് തഫ്ഖീമിലും തർക്കീഖിലും വ്യത്യസ്ത അവസ്ഥകൾ വരുന്ന ചില അക്ഷരങ്ങൾ, അതായത് റാ, ലാം, അതുപോലെ ദീർഘാക്ഷരമായ അലിഫ്. ഈ മൂന്നക്ഷരങ്ങൾക്ക് തഫ്ഖീമും വരാം, തർക്കീഖും വരാം. ഇതൊക്കെ വിശദമായി നമ്മൾ അതിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനിയും സൗകര്യം പോലെ വിശദീകരിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാ ഹർഫുകളും അതിൻ്റെ കൃത്യമായ മഖ്റജിൽ നിന്നും വ്യക്തമായി മൊഴിഞ്ഞുകൊണ്ട് തക്കല്ലുഫില്ലാതെ, പാരായണത്തിൽ ഒരു പ്രയാസം സൃഷ്ടിക്കലുണ്ടല്ലോ, അത് പാടില്ല. അങ്ങനെ വേണ്ടതില്ല. വളരെ എളുപ്പത്തിൽ അങ്ങ് ഓതിപ്പോവുക എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وقال الذين أوتوا العلم والإيمان لقد لبثتم في كتاب الله إلى يوم البعث فهذا يوم البعث ولكنكم كنتم لا تعلمون فيومئذ لا ينفع الذين ظلموا معذرتهم ولا هم يستعتبون.